കോൺഗ്രസും പാകിസ്ഥാനും തമ്മിൽ എന്താണ് ബന്ധം? കോൺഗ്രസ് പാകിസ്ഥാന് വിടുപണി ചെയ്യുന്നുവെന്ന് പൊതുജനങ്ങൾ പറഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതേപോലെ ആര് ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വളഞ്ഞ മൂക്ക് പിടിക്കേണ്ട ആവശ്യവുമില്ല. കാരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ ഖജാവ ആസിഫ് പരസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കാശ്മീർ വിഷയത്തിൽ കോൺഗ്രസിനും പാകിസ്ഥാനും ഒരേ സ്വരമാണ്. കോൺഗ്രസ് സഖ്യം ജയിക്കണമെന്നാണ് ആഗ്രഹം. അതിന് സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അളക്കാം പാകിസ്ഥാനും കോൺഗ്രസിനും തമ്മിലുള്ള അന്തർധാരയുടെ ആഴം എത്രയാണ് എന്നത്. അതായത് പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ കോൺഗ്രസിന് വേണ്ടി അരയും തലയും മുറുക്കി കളത്തിലിറങ്ങി എന്ന് ചുരുക്കം. ആർട്ടിക്കിൾ 370 തിരഞ്ഞെടുപ്പ് വിഷയമാക്കിയെന്നും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുന്നതിന് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനും പാകിസ്ഥാനും ഒരേ നിലപാടാണ് എന്നും ആസിഫ് പറയുന്നു. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന് നാഷണൽ കോൺഫറൻസിന്റെയും മെഹബൂബ മുഫ്തിയുടെയും PDPയുടെയും പ്രകടന പത്രികയിൽ പ്രധാന വാഗ്ദാനമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. 10 വർഷത്തിന് ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നു അത്. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ്. കാശ്മീരിന്റെ ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളാൽ എഴുതപ്പെടുന്ന തിരഞ്ഞെടുപ്പായിരുന്നു അത്. BJP ഒരു വശത്തും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം മറുവശത്തും നിന്നും വീറും വാശിയോടെയുമുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവിക്കുള്ള അവകാശം പുനഃസ്ഥാപിക്കുമെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ. കാശ്മീരിന് പ്രത്യേക പദവി നൽകി ആ സംസ്ഥാനത്തെ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ കാരണക്കാരായ കോൺഗ്രസിന്റെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവാണ്. പതിറ്റാണ്ട് നീണ്ട തെറ്റ് നരേന്ദ്രമോദി സർക്കാർ തിരുത്തി. നെഹ്റു ഇനി പുനർജന്മം കൊണ്ടുവന്ന് തിരിച്ചു വന്നാൽ പോലും 370 വകുപ്പ് പുനഃസ്ഥാപിക്കുക സാധ്യമല്ല. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടും കോൺഗ്രസ് അതിനെ എതിർക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കാനാണ് എന്നത് പച്ച പരമാർത്ഥം മാത്രമാണ്. ഭാരതവിരുദ്ധ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ വോട്ടുകൾക്കായി കാശ്മീരിനെ പണയപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്തവരാണ് തങ്ങളെന്ന് രാഹുലും സംഘവും പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. മഹാരാഷ്ട്ര പോലീസിനെ RSS അനുഭാവിയുമായ പോലീസുകാരന്റെ വെടിയേറ്റാണ് കർക്കരെ മരിച്ചതെന്നും അജ്മൽ കസ്ബാവിന്റെ ആക്രമണത്തിൽ അല്ല എന്നും പാകിസ്ഥാന്റെ വാദം അതേപടി ഉദ്ധരിച്ച് ഭാരതത്തിനെതിരെ പ്രസ്താവന നടത്താൻ യാതൊരു നാണവുമില്ലാത്ത നേതാക്കളുടെ താവളമായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. പാകിസ്ഥാനുമായി ഭാരതം സമാധാന ചർച്ച നടത്തണമെന്നും അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് മണിശങ്കർ അയ്യർ ഭാരതത്തിന് നൽകുന്ന മുന്നറിയിപ്പ്. പാകിസ്ഥാന്റെ കയ്യിൽ അണുബോംബുകൾ ഉണ്ട് എന്നും മോദി സർക്കാർ പ്രകോപിപ്പിച്ചാൽ അവർ അത് ഭാരതത്തിന്റെ നേരെ പ്രയോഗിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ഭാരതം സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് ഈ മേഖലയിലെ പിരിമുറുക്കം കൂട്ടുമെന്നും അതുകൊണ്ട് സൈനിക ശക്തി വർദ്ധിപ്പിക്കണമെന്നും പാകിസ്ഥാൻ ബഹുമാനിക്കണമെന്നുമാണ് അയ്യരുടെ ഉപദേശം. കാശ്മീർ തിരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസും പാകിസ്ഥാൻ അജണ്ട കളിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള പാകിസ്ഥാന്റെ ഉദ്ദേശം തെളിയിക്കുന്നതാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രസ്താവന. ഫറൂഖ് അബ്ദുള്ളയും നെഹ്റു കുടുംബവും ജമ്മു കാശ്മീരിൽ തടസ്സവും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ പാകിസ്ഥാൻ സേനയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്ന ആരോപണത്തിന് ഇത് സാധുത നൽകുന്നതാണ്. ജമ്മു കാശ്മീരിന്റെ ശരിയായ വികസനവും പുരോഗതിയും ഇല്ലാതാക്കാൻ പാകിസ്ഥാനിലെ ISI നിർദ്ദേശിച്ച അജണ്ടയാണ് തങ്ങൾ പിന്തുടരുന്നതെന്ന് മുൻകാലങ്ങളിലും അബ്ദുള്ളമാർ വ്യക്തമായി തന്നെ തെളിയിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ ചിലവിൽ തങ്ങളുടെ നിഷ്പക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി ജമ്മു കാശ്മീർ ഭരിക്കുന്നു എന്നതാണ് അബ്ദുള്ളമാരുടെയും കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ പ്രധാന അജണ്ട. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.